പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, ജോലികളൊന്നും മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല, എത്ര വേഗമാണ് സമയം പോകുന്നത് എന്നൊക്കെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള പ്രധാന കാരണം നാം തന്നെയാണ്. വ്യർത്ഥമായ സംസാരങ്ങളിലും പ്രവൃത്തികളിലും മുഴുകി നാം എത്ര സമയമാണ് കളയുന്നത്? പലരും ഉന്നത പദവികളിലെത്തുമ്പോൾ അതുപോലെയാകണമെന്ന് നാമും ആഗ്രഹിക്കാറുണ്ട്. ഓർക്കണം, അവർക്കും നമ്മളെപ്പോലെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണുള്ളത്. അവർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ച് നേടിയിരിക്കുന്നു. സമയം കാതലാണ്. അത് പാഴാക്കി കളയാനോ അവഗണിച്ച് തള്ളാനോ പാടില്ലാത്ത വിധം അമൂല്യമാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നവരാണ് വിവേകി. നിമിഷങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളുമായി നമ്മുടെ സമയം കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സോഷ്യൽ മീഡിയയും നമ്മോട് ചോദിക്കുന്നത് നമ്മുടെ സമയമാണ്. നല്ലത് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ബോറടി എന്ന് പറഞ്ഞ് നാം സമയത്ത് വെറുതെ കളയാൻ നോക്കുമ്പോൾ ചെയ്യാൻ എത്ര നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ ആയുസിൻ്റെ പങ്ക് കവർന്നെടുക്കുന്ന ദുശ്ശീലങ്ങളിലേക്കാണോ നാം പോകേണ്ടത്? ഉപകാരപ്രദമായ എത്ര കാര്യങ്ങളുണ്ട്. കൃഷിയിലേക്ക് ഇറങ്ങാം, വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കാം, അങ്ങനെ പലതും. നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വേണ്ടാത്ത പലതും ചെയ്തു കൂട്ടുന്നുണ്ട്. അതില്ലാതാക്കേണ്ടതും നാം തന്നെയാണ്. അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി നാം നമ്മുടെ സമയം കളയുമ്പോൾ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. നാം ചെയ്യേണ്ട ജോലികളെ പറ്റിയുള്ള ശരിയായ ബോധം നമുക്ക് വേണം. അതിനൊരു ശരിയായ സമയക്രമവും നാം ഉണ്ടാക്കി വെക്കണം. രാത്രികളിൽ ചായ കുടിച്ചും വൈകി ഭക്ഷണം കഴിച്ചും ഉറങ്ങാൻ വൈകിക്കുന്നവർ ഏറെ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും വൈകുന്നു. അതോടെ പ്രഭാത ജോലികൾ തിരക്കിട്ട് ചെയ്യേണ്ടി വരുന്നു. അത് അന്നത്തെ ജോലികളിൽ മുഴുവൻ പ്രതിഫലിക്കുന്നു. നേരത്തെ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക എന്നൊരു ശീലമുണ്ടാക്കിയാൽ അത് രാവിലെ ഉറക്കം തെളിയുകയും ഒരു നല്ല ദിവസം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. സമയത്തിൻ്റെ കൂടെ നാമും ഓടുകയാണ്. നമ്മുടെ ശ്വാസതാളവും ഹൃദയതാളവും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ഓടി തളർന്ന് ചലനശേഷി നശിച്ച് ഓർമ്മ നശിച്ച് നാം ഒരിടത്ത് ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ വന്നേക്കാം. നാം ഓടിയതും നേടിയതും വെറുതെ എന്ന് തോന്നുന്ന ഒരു സമയം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ജനങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകളെ കരയാൻ വിടുകയും ഏറ്റവും വാചാലമായ ഒരു വരി കവിത ചൊല്ലുകയും ചെയ്യും. എൻ്റെ വിജ്ഞാനത്തിൽ യാതൊരു അഭിവൃദ്ധിയുമില്ലാതെ രാത്രികൾ ഇങ്ങനെ കടന്നു പോകുന്നത് വ്യർത്ഥമല്ലേ? എങ്കിലും ഈ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് എണ്ണപ്പെടുന്നത്. നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.